ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ട് സുപ്രധാന സംഭവങ്ങളാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഒന്ന്, SIT അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച, പിഴവ് അല്ലെങ്കിൽ സംശയ നിഴലിലാണ് SIT അന്വേഷണമെന്ന് ഹൈക്കോടതി തന്നെ പറയുന്നു. കൃത്യമായ ചിലരിലേക്ക് മാത്രം അന്വേഷണം പോയി മറ്റു ചിലരെ മാറ്റി നിർത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകാതെ? ഡിസംബർ 5-ന് ശേഷം ഒരു സ്തംഭനാവസ്ഥയാണ് എന്ന വിമർശനം, അതിരൂക്ഷമായ വിമർശനം കോടതിയിൽ നിന്ന് വരുന്നതിന്റെ തൊട്ടു പിന്നാലെ രണ്ട് നിർണായകമായ അറസ്റ്റുകൾ SIT ഇതിൽ രേഖപ്പെടുത്തുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസ്, ഈ ചെമ്പിനെ സ്വർണം പൂശുന്ന ജോലികൾ നിർവഹിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമകളിൽ ഒരാളായ പങ്കജ് ഭണ്ഡാരി, ഒപ്പം തന്നെ കർണാടകയിലെ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധൻ, ഇവരുടെ രണ്ടുപേരുടെയും അറസ്റ്റാണ് ഇപ്പോൾ SIT രേഖപ്പെടുത്തിയിരിക്കുന്നത്. എവിടെ നിന്നാണ് അറസ്റ്റ്, 2 ദിവസമായി ഇവർ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സ്വർണം വേർതിരിക്കുന്ന സംബന്ധിച്ചൊക്കെ ചില വിവരങ്ങൾ കോടതി സമക്ഷം അല്ലെങ്കിൽ ഇവർ പറഞ്ഞിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണോ കാര്യങ്ങൾ സംഭവിച്ചത് എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ബിനിൽ വിവരങ്ങളുമായി കൊച്ചിയിൽ ചേരുന്നു. ബിനിൽ, ഇവരുടെ രണ്ടുപേരുടെയും പങ്ക് ഏറെക്കുറെ വ്യക്തമാവുകയാണ് ഈ അറസ്റ്റോട് കൂടിയെന്ന് കരുതാമല്ലേ? തീർച്ചയായും ദിവിഷ, വളരെ പ്രധാനപ്പെട്ട 2 അറസ്റ്റുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ കാര്യത്തിൽ നമുക്ക് ആദ്യമേ തന്നെ സംശയമുണ്ടായിരുന്നു. അതിന്റെ ഒന്നാമത്തെ കാരണം നമ്മൾ പറഞ്ഞുതരാം. അതായത് ഈ സ്വർണ്ണപ്പാളി കേസ് ഇതുപോലെ ചൂടുപിടിച്ചൊന്നും വരാത്തൊരു സമയത്ത് ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ ഹൈക്കോടതി ഈ കേസിൽ കക്ഷി ചേർത്തിരുന്നു. അന്ന് സ്മാർട്ട് ക്രിയേഷൻസ് കോടതിയിലെത്തി പറഞ്ഞത്, ഞങ്ങൾ ഈ സ്വർണ്ണപ്പാളി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത് പൂർണ്ണമായ ചെമ്പുപാളിയാണ്, ഒരു തരി സ്വർണം പോലുമുള്ള പാളികളല്ല കിട്ടിയതെന്ന് പറഞ്ഞത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ തന്നെയാണ്. കാരണം അവരുടെ ടെക്നോളജിയെ കുറിച്ചാണ് അവർ വാചാലരായത്. അതായത് സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ സ്വർണത്തിന്റെ ഒരു തരി ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ആ മെറ്റലിൽ സ്വർണം പൂശാൻ കഴിയില്ല, ബെയർ കോപ്പറിലാണ് ഞങ്ങൾ പൂശിയത്, അതായത് വെറും ചെമ്പുപാളിയിൽ തന്നെയാണ് പൂശിയത് എന്നതാണ് അവർ പരസ്യമായി പറഞ്ഞത്, ഹൈക്കോടതിയിലെത്തി പറഞ്ഞത്. ആ വ്യക്തികളാണ് ഇപ്പോൾ അവിടെ നിന്ന് പിന്നീട് എത്തി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന സ്വർണ്ണപ്പാളിയിൽ സ്വർണം ഉണ്ടായിരുന്നു, ആ സ്വർണം ഞങ്ങൾ ഒരു വിദഗ്ധനെ കൊണ്ടുവന്ന് അവിടെ നിന്ന് വേർതിരിച്ചെടുത്തു, ആ സ്വർണം ബാക്കി വന്നത് ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു. കുറച്ച് 476 ഗ്രാം, ഏതാണ്ട് 300 ഗ്രാമിലധികം അവരുടെ പണിക്കൂലിയായിട്ട് എടുത്തു. ഇതൊക്കെ ഈ പണിക്കൂലിയായിട്ട് എടുത്തത് ശബരിമലയുടെ സ്വത്തായിട്ടുള്ള അവിടെ 98-ൽ പൊതിഞ്ഞ സ്വർണമാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് എടുത്തതെന്ന് ഓർക്കണം. അവരെന്തിനു വന്നാണ് ഹൈക്കോടതിയിൽ ആ നുണ പറഞ്ഞത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ഗൂഢാലോചനയിൽ ഒരു പങ്കാളിയാണ് എന്നവർ സംശയിക്കേണ്ട രീതിയിലാണ് അവരുടെ ആദ്യത്തെ പെരുമാറ്റം മുതൽ. കാരണം അവർ ഈ സ്വർണ്ണക്കൊള്ളയെ മറച്ചു പിടിക്കാനാണ് ശ്രമിച്ചത്. അവരുടെ കയ്യിൽ കിട്ടിയത് വെറും ചെമ്പുപാളികളാണെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. അതിന് അവർക്ക് അത്തരത്തിലൊരു വാദം ഉന്നയിക്കാൻ അവസരമൊരുക്കിയത് ഈ ദേവസ്വം ബോർഡ് തന്നെയാണ്. കാരണം ഇതിന്റെ മഹസറിൽ ഇത് ചെമ്പുപാളികളാക്കിയാണ് എഴുതി കൊടുത്തത്. അതുകൊണ്ട് ഇത് ചെമ്പുപാളികൾ തന്നെയാണ് കിട്ടിയതെന്ന് അവർ സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. അവരുടെ വാദവും അത് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് അവർക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. അവിടെ ഒരു വിദഗ്ധനെ കൊണ്ടുവന്നിരുന്നു, ആ സ്വർണം അവിടെ നിന്ന് വേർതിരിച്ചെടുത്തു എന്നത്. ഏതാണ്ട് 980 ഗ്രാമോളം സ്വർണമാണ് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് അവർ വേർതിരിച്ചെടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സ്വർണം ഇവർ അടിച്ചു മാറ്റിയെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ആ സ്വർണത്തിൽ നിന്ന് അവർ അവരുടെ പണിക്കൂലി എടുക്കുന്നു. ബാക്കി വന്ന 467 ഗ്രാമോളം സ്വർണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നു. ആ സ്വർണം കൊണ്ടുപോയാണ് ഇപ്പോൾ അറസ്റ്റിലായ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത് അതിന് പണവും വാങ്ങി. അന്നത്തെ സ്വർണത്തിന്റെ വില അനുസരിച്ച് ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപയാണ് ഈ ഗോവർദ്ധനിൽ നിന്ന് വാങ്ങിയെടുത്തത്. പിന്നീട് SIT ബെല്ലാരിയിലെത്തി ഈ സ്വർണം കണ്ടെടുക്കുകയും ചെയ്തു. ഈ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ പകരം സ്വർണം, ഇത്രയും ഗ്രാം സ്വർണം മടക്കി നൽകുകയും ചെയ്തു. പക്ഷേ ഈ ശബരിമലയിലെ സ്വർണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പങ്കജ് ഭണ്ഡാരി ഇത് കൈകാര്യം ചെയ്തത്. അതോടൊപ്പം തന്നെ ഗോവർദ്ധൻ ഇത് കൈകാര്യം ചെയ്തത്. ഇത് SITക്ക് ബോധ്യപ്പെട്ടു. അതിനുശേഷമാണ് ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന് പിന്നിലെ ഗൂഢാലോചനയിലേക്ക് കുറച്ചുകൂടി വെളിച്ചം വീശുന്ന ചില നടപടികൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇത്തരത്തിൽ ഈ സ്വർണം പൂശൽ നടത്തിയപ്പോൾ അവർ എന്തിന് ആദ്യം ആ നുണ പറഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കാൻ തുടക്കത്തിൽ ശ്രമിച്ച ആൾക്കാരാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ്. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ അത് നടത്തിയത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ കേസിൽ അറസ്റ്റിലാകുന്നതിന് മുൻപുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യാത്രകൾ വളരെ ദുരൂഹമാണ്. ചെന്നൈയിലും ഈ ബാംഗ്ലൂരിലും ഈ ഗോവർദ്ധൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുകയും ഈ
കേസിന്റെ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ മൊഴികൾ, ഈ കേസ് വലുതായി വരും, അപ്പോൾ എങ്ങനെ വേണം മൊഴികൾ നൽകാൻ, അത്തരത്തിലൊരു കൂടിയാലോചനകളൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നത് അന്ന് തന്നെ സംശയമുണ്ടായിരുന്നതാണ്. അതാണ് അവർ ആ കോടതിയിൽ വന്ന് സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ ആദ്യം ശ്രമിച്ചത്, അതിനുവേണ്ടി കളവ് പറഞ്ഞത്. ആ കളവ് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ SIT അറസ്റ്റ് ചെയ്തിരിക്കുന്ന അവരാണ് അഴിക്കുള്ളിലേക്ക് പോകാൻ പോകുന്നത്. ഇനി മനസ്സിലാക്കാനുള്ള കാര്യം, ഈ ഗോവർദ്ധന്റെ കാര്യത്തിൽ ഈ സ്വർണം വാങ്ങി അതിന് പണം കൊടുത്തു. അതുമാത്രമല്ല, ഈ ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 80 ലക്ഷത്തോളം രൂപ പണമായി പലപ്പോഴായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൈപ്പറ്റിയിട്ടുണ്ട്. ഈ ശബരിമലയിലെ പല ആവശ്യങ്ങൾ പറഞ്ഞാണ് ആ പണമൊക്കെ കൈപ്പറ്റിയിരിക്കുന്നത്. ഗോവർദ്ധൻ വലിയ വിശ്വാസി തന്നെയാണ്, പക്ഷേ ശബരിമലയിലെ സ്വർണ്ണമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ സ്വർണം വാങ്ങിയെന്നതാണ് ഗോവർദ്ധൻ ചെയ്തിരിക്കുന്ന തെറ്റ്. എന്തായാലും ഗോവർദ്ധനും ഈ കേസിൽ പ്രതിയായി വരും. നേരത്തെ സാക്ഷിയാകുമെന്നൊക്കെയാണ് ഗോവർദ്ധൻ പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ ആ സാക്ഷി ഇപ്പോൾ ഒരു പ്രതിയായി മാറിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ബിനിൽ, ഇവരുടെ പേരുകൾ കോടതി പറഞ്ഞിരുന്നോ? നേരത്തെ അന്വേഷണത്തിലുള്ള വിമർശനം രേഖപ്പെടുത്തുമ്പോൾ ഇവരിലേക്കൊക്കെ എന്തുകൊണ്ട് അന്വേഷണം പോയില്ല, കേരളം കടന്നുള്ള ഇതിന്റെ ഇടപാടുകളിലേക്ക് പോയില്ല എന്ന് സൂചിപ്പിച്ചിരുന്നോ കോടതി? ദിവിഷ, ഈ 2 പേരിലേക്കും കോടതി പോയിരുന്നില്ല. കാരണം ഈ 2 പേരും ഈ കേസിലെ പ്രതിസ്ഥാനത്ത് നേരത്തെ ഉണ്ടാകാതിരുന്ന ആളുകളാണ്. ഇവർ കോടതിക്ക് മുന്നിൽ ഈ കൃത്യമായും ഈ നടന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു പിന്നീട്. പക്ഷേ ഈ ഗോവർദ്ധന്റെ കാര്യത്തിലാണെങ്കിലും ഈ പങ്കജ് ഭണ്ഡാരിയുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ മൊഴികളൊക്കെയാണ് SIT കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. ഇതിൽ ഈ സ്വർണം ഉണ്ടായിരുന്നു, ഈ കട്ടളപ്പാളിയിൽ നേരത്തെ തന്നെ സ്വർണം ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത്, ഇവരിലേക്ക് ഹൈക്കോടതി ഫോക്കസ് ചെയ്യാതിരുന്നത് ഇവർ ഈ FIR പ്രതികളായിരുന്നില്ല എന്നതാണ്. പ്രതികളായിരുന്നവരെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് കോടതി ചോദിച്ചത്. ഈ കേസിൽ കോടതി ചൂണ്ടിക്കാണിച്ച ആളുകളിലേക്ക് ഇപ്പോഴും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ പോയിട്ടില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും കോടതിയുടെ ആ ലിസ്റ്റിലുള്ള ആളുകളല്ല. കോടതി കൃത്യമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിലെ ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നവർ, അതോടൊപ്പം തന്നെ ഈ നിർണായകമായ തീരുമാനമെടുത്തപ്പോൾ കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരുന്നവർ, അവരെ ഒഴിവാക്കിയതാണ് കോടതി ചോദിച്ചിരുന്നത്. എന്തായാലും ഈ പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും ഒക്കെ അറസ്റ്റ് വരുമ്പോൾ ആ അറസ്റ്റ് കൊണ്ട് യഥാർത്ഥത്തിൽ ഈ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നവരുടെയൊക്കെ പോകുമോ, അവരെ മറച്ചു പിടിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ശരി, വളരെ കൃത്യമായ വിവരങ്ങളാണ് ബിനിൽ കൊച്ചിയിൽ നിന്ന് നൽകിയത്.